ഇസ്രായേൽ ജനതയും പുറപ്പാട് പുസ്തകത്തിൻ്റെ ആധികാരികതയ്ക്ക് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടുന്ന ഒരു കണ്ടെത്തലായിരുന്നു മെർനപ്റ്റ സ്റ്റീലിൻ്റേത്. 1208 BC ഫറവോൻ മെർനപ്റ്റ 10 അടി ഉയരമുള്ള ഒരു വിജയസ്മാരകം ഉയർത്തി. അത് തീബീസ് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു. ലിബിയയ്ക്കും കനാനിനും എതിരായ വിജയം പ്രകീർത്തിച്ചുകൊണ്ടാണ് ഇതിൻ്റെ വിവരണം. 1896 സർ ഫ്ലിൻഡേഴ്സ് പെട്രെ ആണ് ഇത് കണ്ടെത്തിയത്. ഇന്നത് കൈറോ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ ലിഖിതത്തിൽ മെർനപ്റ്റ തൻ്റെ വിജയത്തെ പുകഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ വിവരിക്കുന്നു: ഇസ്രായേൽ പാഴായിരിക്കുന്നു, അതിൻ്റെ സന്തതിയില്ല. ഈജിപ്റ്റ് കാരണം ഹറു അല്ലെങ്കിൽ കനാൻ ഒരു വിധവയായിത്തീർന്നു. ഈ ലിഖിതം ന്യായാധിപന്മാരുടെ കാലത്ത് കനാനിലേക്ക് നടത്തിയ ഒരു ചെറിയ അധിനിവേശത്തെ വിശേഷിപ്പിക്കുന്നു. 3 നഗരങ്ങൾ മാത്രമേ പിടിച്ചടക്കപ്പെട്ടുള്ളൂ, എന്നാൽ പൂർണ്ണമായും ഇസ്രായേൽ നശിപ്പിക്കപ്പെട്ടില്ല. ബൈബിളിന് പുറത്ത് ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇസ്രായേലിനെക്കുറിച്ചുള്ള ഏറ്റവും പഴക്കം ചെന്ന കൃത്യമായ പരാമർശമാണിതെന്നും മിക്ക പണ്ഡിതന്മാർ സമ്മതിക്കുന്നു. എന്തുകൊണ്ട് ഈ ലിഖിതം പ്രാധാന്യമർഹിക്കുന്നു? ബൈബിളിന് പുറത്ത് ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇസ്രായേലിനെക്കുറിച്ചുള്ള ഏറ്റവും പഴക്കം ചെന്ന കൃത്യമായ പരാമർശമാണിത്. BC 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയും ഇസ്രായേൽ ഒരു രാജാവില്ലെങ്കിലും ഒരു ജനതയായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്നു. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ കനാനിൽ ഇസ്രായേൽ സന്നിഹിതരായിരുന്നുവെന്ന് ബൈബിൾ ചരിത്രത്തെ പിന്തുണയ്ക്കുന്നു. ഇതിനൊക്കെ പുറമെ ബൈബിൾ വിവരിക്കുന്നത് പോലെ മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടിന് ശേഷം ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തായിരുന്നുവെന്ന് ഇത് സ്ഥിരീകരിക്കുന്നു.